ഹലോ ഗൈസ്, അപ്പോൾ ഇന്നും സൺഡേ ആണ്. നമ്മൾ ദൂരേക്ക് എങ്ങോട്ടും പോയിട്ടില്ല. നാട്ടിൽ തന്നെയുള്ള ഒരു അടിപൊളി ലൊക്കേഷനിലേക്കാണ്. ഇതല്ല നമ്മുടെ ലൊക്കേഷൻ, ഇവിടുന്ന് പോകാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇൻട്രോ കൊടുക്കാൻ ഇതിലും ബെസ്റ്റായിട്ടുള്ളൊരു സ്ഥലം നാട്ടിലില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. കുറച്ച് ഓഫ് റോഡാണ്. നമുക്ക് വിളിച്ചുകൊണ്ട് സംസാരിക്കാം. ഞാൻ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കാണിച്ചു തരാം. ഇങ്ങോട്ടേക്ക് വേറെ ആരും ബൈക്ക് കൊണ്ട് വരാറില്ല കേട്ടോ. എനിക്ക് ചെറിയ പ്രാന്തുള്ളതുകൊണ്ട് ഞാൻ മാത്രമേ വരാറുള്ളൂ. ഇവിടം വരെ നമുക്ക് കാറൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അത് പുഴയൊക്കെ നോക്കി ഒന്ന് വൈബടിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ലൊക്കേഷനിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. ഇരിട്ടി അടക്കാണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കിട്ടും. അപ്പോൾ ഒരു മഴക്കാലത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഇങ്ങോട്ട് വന്നാൽ ഡാം തുറന്നു വിട്ടിട്ടുണ്ടാവും. അപ്പോൾ നല്ല വെള്ളം കുറഞ്ഞു നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോൾ വണ്ടി താഴോട്ടേക്ക് ഇറക്കാനൊക്കെ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ഈ ക്യാമറയൊക്കെ വാങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ട്. ക്യാമറയൊക്കെ വന്ന് പിന്നെ എല്ലാവരും ബൈക്കൊക്കെ എടുത്തതിന് ശേഷം ട്രിപ്പ് പോകുന്നത് കുറഞ്ഞു. എല്ലാവരും അഡ്വഞ്ചർ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ ആരും ട്രിപ്പൊന്നും പിന്നെ പോയിട്ടില്ല. ഞങ്ങൾ ആകെ ലോങ് പോയത് വാൽപ്പാറയിലാണ്. അതും നല്ലപോലെ വ്ളോഗ് ചെയ്യാനൊന്നും പറ്റിയില്ല. 2 ദിവസം കൊണ്ട് ഫുൾ ഏകദേശം 900 കിലോമീറ്ററിന് മേലെ ഓട്ടം ഉണ്ടായിരുന്നു. ആകെ ടയേർഡായിട്ടുള്ളൊരു യാത്രയായിരുന്നു. തിരിച്ചു വരുമ്പോൾ പാലക്കാട് വഴി വന്നതാണ് ഒരു എൻജോയ്മെൻറ്റ് തോന്നിയത്. ബാക്കിയൊക്കെ വാൽപ്പാറ ലൊക്കേഷൻ അടിപൊളിയായിരുന്നു, പക്ഷേ നമ്മുടെ ആ ഒരു യാത്ര മുൻകൂട്ടി പ്ലാനിങ് ഒന്നും ഇല്ലാതെ 10 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് റൈഡായിരുന്നു. അപ്പം ഇടയ്ക്ക് അരമണിക്കൂറൊക്കെയാണ് റെസ്റ്റ് എടുത്തിരുന്നത്. അത് 1-2 വട്ടം മാത്രം. ഇത് പക്കാ നാട്ടിൻപുറം തന്നെയാണ് കേട്ടോ. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല. പുറത്തുനിന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ട് എന്ന് മാത്രം. നമ്മുടെ ലൊക്കേഷൻ ഏകദേശം എത്താനായിട്ടുണ്ട്. ഒരു ഏലിയനെ കാണുന്ന പോലെയാണ് എന്നെ നോക്കുന്നത്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇവിടെ സാധാരണ ഇത്രയും വെള്ളം നിറഞ്ഞ് കിടക്കാറില്ല. താഴെ കൂടെ നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ച് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരു വഴിയുണ്ട്. ആ വഴി വണ്ടി ഇറക്കി നേരെ ഈ കാണുന്ന ലൊക്കേഷനിലേക്കും, ഇവിടെ നടുക്ക് പുഴയുണ്ടാവും, ഇവിടെ ഒന്നും വെള്ളം നിറഞ്ഞ് നിൽക്കില്ല. ഈ കാണുന്ന ലൊക്കേഷനിലേക്കും അതുപോലെ ഇവിടേക്കും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. അതുപോലെ അത് ഫുൾ പച്ചപ്പായി അങ്ങോളം നീണ്ടു നിരന്ന് കിടക്കുന്ന സ്ഥലമാണ്. ചിലർ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് കറക്കി നാട്ടുകാരെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 വീലേഴ്സിന് പിന്നെയും അലൗഡാണ്. ഞാൻ ചോദിച്ചിട്ട് കഴിഞ്ഞ തവണ വന്നപ്പോൾ കടത്തി വിട്ടിരുന്നു. ശരിക്കും അടിപൊളി ലൊക്കേഷനാണ്. സ്ഥലം ഇങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. മഴക്കാലം തുടങ്ങിയൊരു ജൂൺ ജൂലൈ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇത്രയും വെള്ളം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവർ ഡാമൊക്കെ തുറന്നു വിടും. അപ്പോൾ വണ്ടിയൊക്കെ ഇറക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ലൊക്കേഷനാണ്. പിന്നെ ഇപ്പോൾ ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വന്ന് വെറുതെ ചില്ലായിട്ടിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇവിടെ വേറൊരു ലൊക്കേഷനും കൂടി ഉണ്ട്, അതും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, എൻ്റെ വണ്ടിയാണ്ട് പറയല്ല, നമ്മുടെ ബീച്ച് റൂം കാണാൻ മാരക ലുക്കാണ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇതിന്. എനിക്ക് വണ്ടി ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ ടെസ്റ്റ് റൈഡ് കൂടെ അടിക്കാതെ പോയി ബുക്ക് ചെയ്തു. ആദ്യമായിട്ട് ഞാൻ ഈ വണ്ടി കാണുന്ന കോഴിക്കോട് വെച്ചാണ്. നേരെ കണ്ണൂർ വന്നു, വണ്ടി ബുക്ക് ചെയ്തു. ആദ്യമായിട്ട് വീസ്ട്രോം ഒരു അഡ്വഞ്ചർ ബൈക്ക് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത് എൻ്റെ വണ്ടിയാണ്. അതും ഡെലിവറിൻ്റെ അന്ന്. ടെസ്റ്റ് റൈഡ് അടിച്ചിട്ടില്ല, ഫീച്ചേഴ്സ് നോക്കിയിട്ടില്ല, കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു എന്ന് പറഞ്ഞ പോലെയാണ്. റിഗ്രറ്റ് ഒന്നുമില്ല, പക്ഷേ കുറച്ച് ഫീച്ചേഴ്സ് ഇല്ല. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ട്രാവൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ലുക്കും കംഫർട്ടും മൈലേജും അതൊക്കെ അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. വണ്ടി മുഴുവൻ കടത്തി വിടില്ല. ആദ്യം നമുക്ക് ഈ വെള്ളം ഇല്ലാത്ത സമയത്ത് ഇതിലൂടെ ഇറങ്ങി അങ്ങ് പുഴയുടെ ഏകദേശം നടുക്ക് വരെ പോയിട്ട് വണ്ടി നിർത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടി അങ്ങോട്ടേക്ക് കടത്തി വിടില്ല. ഇവിടം വരെ വണ്ടി കൊണ്ടുവരാനുള്ള അനുവാദമുള്ളൂ. ഗൈസ്, വെയിൽ നല്ല പൊള്ളി നിൽക്കുന്ന സമയത്തൊക്കെ ഈ മരത്തിൻ്റെ താഴേക്ക് വന്നിരുന്നാൽ നല്ലൊരു മനസ്സുഖം കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടി അവിടെ വെച്ചിരിക്കുന്നത്. ഈ വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ ഇറങ്ങാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം നിറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് ആ കാണുന്ന വരമ്പ് കണ്ടോ, അവിടെ വണ്ടി നിർത്താൻ പറ്റും. കാറൊക്കെ പോകുന്ന വഴിയാണ്. അവിടെ നിർത്തിയിട്ട് അങ്ങോട്ടൊക്കെ കയറിപ്പോയി. അതിങ്ങനെ ഡിപ്പായിട്ടും ഹൈറ്റായിട്ടൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. വെള്ളം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. അവിടെ പോയി ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ലൊക്കേഷനാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായി. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. ഏത് സമയമാണെങ്കിലും ഇങ്ങോട്ട് വരാം കേട്ടോ. ഉച്ചക്കൊക്കെ വന്നാൽ ഞാൻ പറഞ്ഞ പോലെ ആ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് ചില്ലായിട്ട് പോവാം. ഇവിടെ പിന്നെ പൊതുവേ ചൂട് കുറവാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 3 മണിക്കൊക്കെ വന്നാൽ അത്യാവശ്യം ചൂടായിരിക്കും. കാരണം വെള്ളം ചൂടായിട്ട് അതിൻ്റെ ഒരു ചൂടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, പക്ഷേ കുറേ നേരം സമാധാനമായിട്ട് ചില്ലായിട്ടിരിക്കാം. എന്നിട്ട് വെള്ളമൊന്നും അടിച്ച് അലമ്പാക്കാതിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നാട്ടുകാർ ബാക്കിയുള്ളവർ നമ്മളെപ്പോലുള്ളവർ വരുന്നത് വരെ ഒഴിവാക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്.